അനിൽകുമാർ കൂടി നമുക്കൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇത് പ്രതിപക്ഷം ചോദിച്ച ചോദ്യം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നത് കൊണ്ടാണോ ആ പേര് പോലും ഉദ്ഘാടന വേദിയിൽ പരാമർശിക്കാതെ പോയത് എന്നാണ്. കെ കരുണാകരന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട എം വി രാഘവൻ അതുമായി ബന്ധപ്പെട്ട് തുറമുഖ മന്ത്രി എന്ന നിലയ്ക്ക് കുറെ മുൻകൈ എടുക്കുകയും ചെയ്തിട്ടില്ലേ? അതിനുശേഷം കെ നയനാർ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അതിനാവശ്യമായ പഠന പ്രവർത്തനങ്ങൾക്ക് കമ്മീഷനെ വയ്ക്കുകയും അവർ കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായില്ലേ? പിന്നീട് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അതിന് ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിക്കുന്നതിലേക്ക് എത്തിയത് അനുമതികളെല്ലാം നേടിക്കൊണ്ടാണ്. എല്ലാ അനുമതി നേടിയാൽ മാത്രമേ ടെൻഡർ വിളിക്കൂ. 2 കമ്പനികൾ മത്സരിച്ചൊരു കമ്പനിക്ക് ടെൻഡർ കിട്ടിയ കമ്പനിക്ക് എന്തോ ചൈനീസ് കമ്പനിയുമായി വിദൂര ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് അവർക്ക് അനുമതി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു. ഇതൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഇവരൊന്നും ഈ സമൂഹത്തിനകത്ത് മാന്യന്മാരല്ലേ? ഈ മുഖ്യമന്ത്രിമാരെ ആരെ ഓർക്കണ്ടേ? അതുപോലെ തന്നെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കെട്ടിട ഉദ്ഘാടനം ചെയ്തത് VS അച്യുതാനന്ദനാണ്. നമ്മളത് മറന്നുപോയോ? ഈ പോർട്ട് നടപ്പാക്കി കിട്ടാൻ എത്രയോ ദീർഘ സമരങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി ഏറ്റവും വേഗം നടപ്പാക്കണമെന്നാണ് എല്ലാ കാലത്തും LDF ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ തർക്കം എന്തായിരുന്നു? ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് നല്ല തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിനകത്ത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ചുള്ള തർക്കത്തിനകത്ത് C&AGയുടെ റിപ്പോർട്ട് വായിച്ചില്ലേ? ആ C&AGയുടെ റിപ്പോർട്ട് വായിച്ചാൽ സഖാവ് പിണറായി വിജയൻ കടൽക്കൊള്ള എന്ന് പറഞ്ഞത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇന്ന് ഞങ്ങൾക്കതിൽ കുറ്റബോധമില്ല. ആ പദ്ധതി നടപ്പാക്കിയതിൽ കുറ്റബോധമല്ല, അഭിമാനമാണ് ഉള്ളത്. അതൊന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ പദ്ധതിയെ ഞങ്ങൾ പൊളിച്ചെഴുതി 40 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ലഭ്യമാകേണ്ട പല കാര്യങ്ങളും മുൻകൂട്ടി ലഭ്യമാകുന്ന തരത്തിൽ ലാഭ പങ്കാളിത്തം മുൻകൂട്ടിയാക്കി. 2028 പദ്ധതി പൂർത്തിയാകുമെന്ന് പറഞ്ഞാൽ പദ്ധതി പൂർത്തിയാകേണ്ടത് 2040 എത്രയോ കൊല്ലങ്ങൾക്ക് നമ്മൾ പദ്ധതിയെ പൂർത്തിയാക്കുന്നതിലേക്ക് എത്തിച്ചു. അതെല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ LDF സർക്കാരിൻ്റെയും സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. നീ ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ കെ സുധാകരൻ വിഴിഞ്ഞത്ത് വിമോചന സമരം പ്രഖ്യാപിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ ആ വിഴിഞ്ഞത്ത് പോയിട്ട് അവിടുത്തെ ക്രെയിൻ ഉദ്ഘാടനം നടത്തിയതിനു ശേഷം അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ ഇത് പിണറായി വിജയന്റെ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നിവരാവശ്യപ്പെടുമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഓർത്തിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ യൂജിൻ പെരേര എന്ന് പറയുന്നൊരു വൈദികൻ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ കൈയടിക്കുമായിരുന്നു. കെ മുരളീധരൻ എന്താ പറഞ്ഞത്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കണം. ഇതെല്ലാം ഉമ്മൻചാണ്ടി ഓർത്തുകൊണ്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ആദരിച്ചതാണ് കേരളത്തിലെ UDF എന്നാണോ നിങ്ങൾ കാണുന്നത്? പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ ആളെ വിട്ടതെന്തിനാ? എന്തെല്ലാം അനുഭവങ്ങൾ കേരള പോലീസിനുണ്ടായി? ഒരു തരി വെടിവെപ്പ് നടത്തിയാൽ അതിലൂടെ ചോരയൊഴുക്കി വിമോചന സമരത്തിന് വിഴിഞ്ഞത്തെ മറയാക്കി പിണറായി സർക്കാരിൻ്റെ അന്ത്യം കാണാൻ ശ്രമിച്ച ചോര കുടിക്കുന്ന ചെന്നായ്ക്കളാണ് UDF എന്നാണ് തെളിഞ്ഞത്. ആ ചെന്നായ്ക്കൾ ഇന്ന് അവിടുന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വിഴിഞ്ഞം തുറമുഖം വിശുദ്ധമായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ചെന്നായ്ക്കൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ചോര കുടിയന്മാർ മാറി നിന്നതിനോട് ഒരു തരത്തിലുമുള്ള സഹതാപം. ഒരൊറ്റ ചോദ്യം, കേരളത്തിലെ ഉമ്മൻചാണ്ടി KV തോമസുമായി അദാനിയെ കണ്ടില്ലായിരുന്നെങ്കിൽ, ഈ മെമ്മോറാണ്ടം ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് ഉമ്മൻചാണ്ടി അദാനിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് വിശ്വാസയോഗ്യമായി ബോധ്യപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊരു പദ്ധതി നടക്കുമായിരുന്നു? അത് C&AG റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 90 മുതൽ 105 വരെയുള്ള പേജുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കരാറ് വെക്കുന്നതിന് മുമ്പ് തന്നെ ചില വിലപേശലുകൾ നടന്നു. നമ്മളൊരു ടെൻഡർ നടപടിയിലേക്ക് പോകുമ്പോൾ വെളിപ്പെടുത്താത്ത ആനുകൂല്യങ്ങൾ ടെൻഡർ നടപടി എടുത്ത ശേഷം ടെൻഡർ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഓഫർ വന്ന ശേഷം അനുവദിച്ചു കൊടുക്കാമോ? VGF എന്ന് പറയുന്നത് ടെൻഡറിന് മുന്നേ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നു. എന്തെല്ലാം കാര്യങ്ങളിലാണ് മറ്റ് ടെൻഡർ പിടിക്കാൻ സാധ്യതയുള്ള അവിടെ താല്പര്യപത്രം കൊടുത്ത 5 കമ്പനികൾക്ക് കിട്ടാതിരുന്ന ആനുകൂല്യം അദാനിയുടെ കമ്പനിക്ക് കിട്ടിയെന്ന് വിഴിഞ്ഞത്തെ C&AG റിപ്പോർട്ട് പറയുന്നുണ്ട്. ഉണ്ട് ആരുടെയെങ്കിലും ചെവിയിൽ കിന്നാരം ചൊല്ലിയതുകൊണ്ട് കിട്ടിയതല്ല.
കേരളത്തെ വിറ്റത് കൊണ്ട് കിട്ടിയതാണ്. ഞങ്ങൾക്കതിൽ തർക്കമുണ്ട്. പക്ഷെ ലാവലിൻ കേസിൽ പിണറായി വിജയനെ കുടുക്കിയിട്ടതുപോലെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുതന്ത്രം ചെയ്തേക്കാം, പ്രതികാരം ചെയ്തേക്കാം. അല്ല, കേരളത്തിന് വേണ്ടി പദ്ധതി നടപ്പാക്കാൻ പിണറായി വിജയൻ പരിശ്രമിച്ചു എന്ന് മാത്രമല്ല, അദാനി പാർട്ട്ണറാണ്. ഞാൻ ചോദിക്കുന്ന, അദാനിയെ പാർട്ട്ണറാക്കിയത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണോ, VN വാസവനാണോ, അതോ ഉമ്മൻചാണ്ടി സർക്കാരാണോ? അരുൺ മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, നിയമം അറിയാവുന്ന ഒരാളില്ലേ? നിങ്ങളൊരു കരാറിനകത്ത് അദാനി എന്ന് പറയുന്നത് PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. PPPയുടെ അർത്ഥമറിയാത്ത ആളുകളാണോ കേരളത്തിലെ UDFകാർ? ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുത്താലേ ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാവൂ. ആരാ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഈ കാര്യം? PPP മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർ എന്ന് പറയുന്നത് 2015 അദാനിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൽപ്പിച്ചു കൊടുത്ത സ്ഥാനമാണ്. ആ സ്ഥാനം മാറ്റാൻ നിങ്ങൾക്ക് കാര്യമുണ്ടോ? നിങ്ങളൊരു കെട്ടിടം പണിയുമ്പോൾ ഒരാൾക്ക് ടെൻഡർ വിളിച്ചു കൊടുത്തു, കരാറുകാരൻ കെട്ടിടം അവിടെ കയറി താമസം കഴിഞ്ഞാൽ കരാറുകാരൻ്റെ പണിക്ക് പോകും. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ അദാനി വീട്ടിൽ പോയില്ല. കാരണം എന്താണ്? അദാനി പാർട്ട്ണറാണ്. അദാനിയെ പാർട്ട്ണറാക്കിയ കോൺഗ്രസ്സുകാരനില്ലാത്ത കുഴപ്പം എന്തായി? ആ സത്യം വിളിച്ചു പറഞ്ഞ ഒരു മന്ത്രിക്കുണ്ടോ? അതുകൊണ്ട് സഖാവ് VN വാസവൻ 2015 ഉമ്മൻചാണ്ടി കരാറിനെ ഓർപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ അദാനിയെ പങ്കാളിയാക്കി, ആ പാർട്ട്ണർ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, നരേന്ദ്രമോദി ആരെയാ ട്രോൾ ചെയ്ത്? ആർക്ക് വിഷമുണ്ടാവുമെന്നാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കൂട്ടുകച്ചവടത്തിലല്ലേ അദാനി, അംബാനി, അദാനി, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ഈ കൂട്ടുകച്ചവടത്തിലല്ലേ കരാറുണ്ടായത്? കരാറുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അദാനിയെ തെറി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടക്കുക. അതിനാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് ഇന്ത്യ മുന്നണിയെയും ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെയും അപഹസിച്ചതിന് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്നാണ് ഇന്ന് KC വേണുഗോപാൽ ചോദിച്ചത്. ആ സമയത്ത് മൈക്കെടുത്ത് പറയാമായിരുന്നില്ലേ? സ്വന്തം സുഹൃത്തിനെ കണ്ടപ്പോ എതിർപ്പ് മറന്നുപോയോ എന്നാണ് ചോദ്യം. ഇന്ത്യ മുന്നണിയുടെ നേതാവാരാണ്? ഇന്ത്യ മുന്നണിയുടെ നേതാവാരാണ്? എനിക്ക് മനസ്സിലായില്ല. ഏത് നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? ഏത് നേതാവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? ഈ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയില്ല. ചിലർക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ചും സോണിയാഗാന്ധിയെ കുറിച്ചും ആയിരിക്കുമല്ലോ. ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. പക്ഷേ അതങ്ങനെ പറയുന്നത് ശരിയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നു. ഇത് ചിലർക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അത് തിരുത്തണ്ടേ എന്നാണ് ചോദ്യം. ഇതൊരു രാഷ്ട്രീയം പറയാനുള്ള സമയമാകരുത്, അങ്ങനെ പറയരുത് എന്ന് പറയുന്നതല്ലേ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിക്ക് തിരുത്താൻ ബാധ്യതയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് BJPയെ പരാജയപ്പെടുത്താൻ മാത്രമാണ്. എന്നാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ്. അദാനിയും അംബാനിയും ഒക്കെ എണ്ണിത്തന്ന ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിയവരാണ് കോൺഗ്രസും BJPയും. ഈ കൂട്ടുകച്ചവടമാണ്. ഈ കൂട്ടുകച്ചവടത്തിനകത്ത് അംബാനിക്കൊപ്പം അല്ലെങ്കിൽ അദാനിക്കൊപ്പം നിന്നവരാണ് മോദിയും രാഹുൽ ഗാന്ധിയും. ആ കൂട്ടുകച്ചവടം നടത്തിയ നമ്മൾ മൂന്നാളൂടെ കൂട്ടുകച്ചവടം നടത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അദാനിയെ കുറ്റപ്പെടുത്തുന്നത്? അദാനിക്ക് വേണ്ടിയാണ് മോദി ചോദിക്കുന്നത്. അത് അവർ തമ്മിൽ തീർത്താൽ മതി. ഞങ്ങൾ കക്ഷിയല്ല. പാർട്ണറാണെന്ന് പറയുന്നത് പോരാഞ്ഞ് സ്വന്തം ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ മൗനം പാലിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അദാനിയെ വിഴിഞ്ഞത്തെ അടുക്കളക്കാരെന്ന് വിളിക്കണോ? അദാനി പിന്നെ എന്നെ വിളിക്കേണ്ടത്? അങ്ങൊരു പേര് പറഞ്ഞു തരും, ഞാൻ വിളിച്ചേക്കാം. ഞങ്ങൾ മാപ്പ് പറഞ്ഞേക്കാം, എന്നിട്ട് വിളിക്കാം. എന്ത് പേര് പറയണമെന്ന് അങ്ങ് പറയൂ. അങ്ങയുടെ പണ്ഡിത ജ്ഞാനം ഉപയോഗിച്ച് PPP മോഡലിൽ പ്രൈവറ്റ് കോൺഗ്രസിന്റെ വാദവും അതെ. അപ്പൊ പ്രധാനമന്ത്രിയുടെ പരാമർശം ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ കോൺഗ്രസിന്റെ കുറ്റബോധമാണിത്. എന്താ കാരണം? 2015 പാപപങ്കിലമായ ഒരു കരാറുണ്ടാക്കി. ആ പാപപങ്കിലമായ കരാർ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വരികയും LDF അതിന്റെ ആർബിട്രേഷൻ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് അദാനിയെ കൊണ്ട് തന്നെ തിരുത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് പിണറായി വിജയനെ അഭിനന്ദിക്കുന്നതിന് പകരം കൊതുക്കറും പറഞ്ഞ് ഛർദ്ദിച്ച് വഴിയെ നടക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിനെതിരാണ്. ഒരു നിമിഷം, ഞാൻ അടുത്ത വാദം എനിക്കൊന്ന് അടുത്ത ഘട്ടത്തിലാകാം. അഡ്വക്കേറ്റ് അനിൽകുമാർ.
Debate with Dr. Arun Kumar.